ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷാദീസ് കോർണർ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഫ്രൈഡ് മിൽക്കാണ്. നമുക്ക് തുടങ്ങാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് പാൽ ചേർത്തിട്ട് 100 ml പാൽ ചേർത്ത് നന്നായി കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/2 ലിറ്റർ പാല് ബോയിൽ ചെയ്യാൻ വെക്കാം. പാലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡും 1/4 കപ്പ് ഷുഗറും ചേർക്കാം. 1/4 കപ്പ് അത് പറഞ്ഞാൽ 4 ടേബിൾ സ്പൂണാണ്. ഇനി ഷുഗർ മെൽറ്റ് ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി പാല് നന്നായി ചൂടായി വരുമ്പോൾ നേരത്തെ തയ്യാറാക്കിയ കോൺഫ്ലവർ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കോൺഫ്ലവർ കട്ട കെട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇനി ഇതൊരു കുറുകിയ പാകമാകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. ഇപ്പോൾ നന്നായി കുറുകി വരുന്നുണ്ട്. നന്നായി കുറുകി വരുമ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു പുഡിംഗ് ട്രേ എടുത്ത് ഗീ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കുറുക്കി വെച്ച പാല് ഒഴിക്കാം. ഇനി ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാനായി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 2 മണിക്കൂറിന് ശേഷം ഇത് പുഡിംഗ് ട്രേയിൽ നിന്നും റീമോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇത് സ്ക്വയർ പീസസായി കട്ട് ചെയ്യാം. ഇനി ഒരു ബൗളിൽ ഒരു മുട്ട എടുത്ത് നന്നായി ബീറ്റ് ചെയ്യാം. ഒരു പ്ലേറ്റിൽ റസ്ക് പൊടി എടുക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്ക്വയർ പീസസ് ആദ്യം മുട്ടയിൽ മുക്കി പിന്നെ റസ്ക് പൊടി കവർ ചെയ്തെടുക്കാം.
ഈ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കാം. നന്നായി ഓയിൽ ചൂടാവുമ്പോൾ ഓരോ സ്ക്വയർ പീസസും എണ്ണയിലേക്കിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വറുക്കാം. ഗോൾഡൻ ബ്രൗൺ ആയ ശേഷം ഒരു ടിഷ്യൂയിലെ പേപ്പറിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് മിൽക്ക് റെഡിയായി. Please subscribe my channel and press the bell icon. Thank you.